ആമേൻ. കരങ്ങളുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹീതമായ നാമം ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃപാദമെടുത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ചു വന്ന് അവൻ്റെ പറ്റിച്ചേർന്നിരിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ നടുവിൽ ഇടപെട്ടു. എല്ലാത്തിനുമായി കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം പറയുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അധികമായി സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മുടെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം ആമേൻ. സ്തോത്രം. അതിൻ്റെ ആമേൻ 1-ാമത്തെ വാക്യം വായിച്ചിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യവും ആമേൻ. സ്തോത്രം. 9-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യവും ആമേൻ വേഗത്തിൽ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, അതുപോലെ 9-ാം അധ്യായം 31-ാമത്തെ വാക്യം. 8-ാം അധ്യായം 1-ാം വാക്യം. അവനെ കുല ചെയ്ത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. മതി. അതിന്റെ 9-ന്റെ 31-ാമത്തെ വാക്യങ്ങൾ വായിച്ചാൽ. അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. പരിശുദ്ധ പിതാവേ, ഒന്നിച്ച് നന്ദി പറയുന്നു. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണമേ. വചനത്തിന്റെ ശക്തി അവിടുന്ന് വെളിപ്പെടുത്തണം. കൃപയെ പൊതിയും മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ 8-ാം അധ്യായം പ്രവൃത്തിയുടെ 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആമേൻ. സ്തോത്രം. നമ്മൾ തുടങ്ങിയപ്പോൾ വായിച്ചത് എന്താണ്? ആമേൻ. സ്തോത്രം. യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവമുണ്ട്. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ, ശമരിയ ദേശങ്ങളിൽ നിന്ന് ചിതറിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നു. സ്തോത്രം. കോൺടെക്സ്റ്റ് നമുക്കറിയാം. ആമേൻ. സ്തോത്രം. ശൗല് ആമേൻ തൻ്റെ ജനത്തെ പീഡിപ്പിക്കാൻ വരുന്നത് ആ ഭാഗം, അത് സഭ ചിതറുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം ആമേൻ ചിതറുകയാണ്. എന്നാൽ ആമേൻ. സ്തോത്രം. ആ ഭാഗത്തുനിന്ന് ചിതറിപ്പോയവരെല്ലാം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമേൻ. സ്തോത്രം 31-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും എന്ത് സംഭവിച്ചു? സഭയ്ക്ക് ആർക്കുണ്ടായത്? സഭയ്ക്ക് എന്തുണ്ടായി? സമാധാനം ഉണ്ടായി. ആമേൻ. സ്തോത്രം. എന്നിട്ട് അത് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അതിന്റെ കണ്ടിന്യൂ പറഞ്ഞെന്താ? അതുകൊണ്ട് അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്ന് എന്ത് ചെയ്തു? പെരുകിക്കൊണ്ടിരുന്നു. സ്തോത്രം. നോക്കിക്കേ, 1-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി നമുക്കറിയാം. 1-ാം അധ്യായം നമുക്ക് തുടങ്ങി വരുമ്പോൾ മാളികമുറിയിൽ നിന്ന് പ്രാപിച്ചിറങ്ങി വരുന്ന അപ്പോസ്തലന്മാർ പിന്നത്തേതിൽ അവർ കർത്താവിന് വേണ്ടി നിന്നതും ആമേൻ. സ്തോത്രം. പിന്നെ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഭാഗങ്ങളൊക്കെ വായിച്ച് വരുമ്പോൾ ആമേൻ. സ്തോത്രം. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ആമേൻ സഭയ്ക്ക് വലിയൊരു എന്തുണ്ടായി? ഒരു ഉപദ്രവം നേരിട്ടു. ആമേൻ. സ്തോത്രം. അവർ പലയിടത്തേക്കും ചിതറിപ്പോയി. എന്നാൽ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമേൻ. സ്തോത്രം. ദൈവം ആമേൻ. ആമേൻ. സ്തോത്രം. അതിനൊന്നുമുണ്ടല്ലോ ആമേൻ ചിതറിപ്പോയെന്നും പറഞ്ഞ് ആമേൻ സഭയുടെ പ്രവൃത്തിയെ ദൈവം അവിടെ വെച്ച് നിർത്തിയില്ല. ദൈവം എന്തെടുത്ത്? പരിശുദ്ധാത്മാവ് വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. പലരും വിചാരിക്കും അവിടെ വെച്ച് ചിതറിയത് കൊണ്ട് അവിടെ വെച്ച് നിൽക്കുമെന്ന്. എന്നാൽ സഭയെ ഉപദ്രവിച്ച് മുടിക്കാൻ വന്ന ആമേൻ ശൗലിനെ ദൈവം ആമേൻ പിടിക്കപ്പെടാൻ ഇടയായി തീർന്നു. ശൗലിന്റെ മാനസാന്തരമോ 9-ാം അധ്യായത്തിലെ 1-ാമത്തെ പ്രതിപാദ്യ വിഷയം. 9-ാം അധ്യായത്തിൽ വരുമ്പോൾ ആമേൻ ശൗല് ദൈവത്താൽ പിടിക്കപ്പെട്ട ശൗലിനെ ആമേൻ നമുക്ക് കാണാൻ കഴിയും. ആമേൻ യഥാർത്ഥ മാനസാന്തരം സംഭവിച്ചത് ആമേൻ ശൗലിലൂടെ ആയപ്പോൾ ആമേൻ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ വായിക്കുന്ന ഭാഗം എങ്ങനെയാ? ആമേൻ ശൗലോ മേൽക്കുമേൽ എന്ത് പ്രാപിച്ചു? ശക്തി പ്രാപിച്ചു. അപ്പൊ മാനസാന്തരപ്പെട്ടവൻ എന്താ പ്രാപിക്കുന്നേ? ശക്തി പ്രാപിച്ചു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മാനസാന്തരപ്പെട്ടൊക്കെ മുന്നോട്ട് വന്ന ദൈവമക്കൾ ആമേൻ ആദ്യം പ്രാപിക്കേണ്ട മേൽക്കുമേൽ എന്താ പ്രാപിക്കണം? ശബ്ദം ഉയർത്തി പറ. ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പൊ അപ്പോസ്തല പ്രവൃത്തികളെ കുറിച്ച് പറയുന്നത് പോലെ ഇതൊരു ശക്തി സമ്പന്ന ശാല എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇതിനകത്ത് കയറിയവരൊക്കെ എന്താ പ്രാപിച്ചിട്ടുണ്ട്? ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കോൺടെക്സ്റ്റിനകത്ത് വരുമ്പോ ആമേൻ. സ്തോത്രം. ഇപ്പോൾ ഇവർക്ക് എന്തോ സംഭവിച്ചു? ആമേൻ. ഇവർക്ക് ചിതറിപ്പോയവർ എന്ത് ചെയ്തു? സഭയ്ക്ക് എന്തോ കിട്ടി? സമാധാനം കിട്ടി. ഹല്ലേലൂയ. ഇപ്പൊ ഈ സഭയ്ക്ക് സമാധാനം ഉണ്ടായാൽ എന്തൊക്കെ സംഭവിക്കും? അതോടെ പറ, എന്നിട്ട് നമുക്ക് പോവാം. സഭയ്ക്ക് സമാധാനം വന്നപ്പോ എന്തൊക്കെ കിട്ടി? ആത്മീകവർധന. സ്തോത്രം. ഈ സഭയ്ക്ക് സമാധാനം ഉണ്ടാകുമ്പോൾ ആത്മീയവർധന ഉണ്ടാവും. സ്തോത്രം. പിന്നെന്താ ഉണ്ടാവും? കർത്താവിനോടുള്ള ഭക്തി. പിന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിൽ എന്ത് ചെയ്തു? നടന്നു. പെരുകിക്കൊണ്ടിരുന്നെന്ന്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇവരിപ്പോ താഴോട്ടല്ല പോന്നേ. ഇവരിപ്പോ എങ്ങോട്ടാ പോന്നേ? ശൗലോ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. ഇപ്പൊ സഭയ്ക്ക് സമാധാനം വന്നപ്പോ അവർ ഏകമായി കൂടിയിട്ട് അവരിയ്ക്കുന്നിടത്ത് എന്തോ സംഭവിച്ചു? അവർക്കൊരു സമാധാനം അങ്ങോട്ട് വന്നപ്പോ
ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അവർ ആത്മീയ വർധന പ്രാപിച്ചെന്ന് ഒരു ഹല്ലേലൂയ പറ. സ്തോത്രം. അപ്പൊ നമുക്ക് ആത്മീയ വർധന പ്രാപിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടോ? നമുക്കുണ്ടോ? സഭയ്ക്കുണ്ടോ എന്ന് പറ. ഉണ്ടോ? അച്ഛാ, ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണ്ടായോ, എന്നിട്ട് വേണ്ടായോ സമാധാനമൊക്കെ പ്രാപിക്കാൻ എന്നല്ല. ആമേൻ, സ്തോത്രം. സമാധാനം ദൈവം തരുന്നതാ, ആണോ? അപ്പൊ സമാധാനം പ്രാപിച്ച സഭയ്ക്ക് എന്തൊക്കെ ഉണ്ടാകണം? മറന്നു പോകരുത്. ഒരു സഭയുടെ വളർച്ച എന്ന് പറയുന്നത് അസറ്റ് അല്ല. ആമേൻ. സഭയുടെ വളർച്ച എന്ന് പറയുന്നത് ഇതാ. എന്തുവാ? ഭക്തനെ കണ്ടവൻ ആത്മീയവർദ്ധന പ്രാപിച്ചാന്നോന്ന് ആദ്യം ചോദിക്കണ്ടേ? ഹല്ലേലൂയ. മോനെ, നീ ആത്മാവിനെ പ്രാപിച്ചാന്ന്, നീ അഭിഷേകം പ്രാപിച്ചാന്ന് എന്നാ ചോദിക്കണ്ടേ? അല്ലേ? ആമേൻ, സ്തോത്രം. അപ്പം ഒന്ന് ആത്മീയവർദ്ധന. എന്റെ ഭാഗവതന്റെ താഴേക്ക് വരുമ്പോ ഒന്ന് ആത്മീയവർദ്ധന പ്രാപിക്കണം. ഈ കോൺടെക്സ്റ്റ് പറയുന്നത് ആമേൻ, ശൗലിന്റെ മാനസാന്തരം കഴിയുമ്പോൾ സഭയ്ക്ക് സമാധാനം. ആമേൻ. അങ്ങനെ സമാധാനം വന്നപ്പോഴത്തേന് അവർക്ക് എന്തൊക്കെയുണ്ട്? ആത്മീയവർദ്ധന ഉണ്ടായി. രണ്ടെന്ത് ചെയ്തു? അപ്പൊ ഈ ആത്മീയവർദ്ധന മാത്രം പ്രാപിച്ചാൽ പോരാ, പിന്നെന്താ കൂടെ വേണം? ഭക്തി എന്ത് ചെയ്യണം? നമുക്ക് സഭായോഗത്തിന് വരുമ്പോഴും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും അല്ല ഭക്തി വേണ്ടേ? നമുക്ക് അതിൽ എന്ത് ചെയ്യണം? അതിന് താഴോട്ട് വെച്ച് ബന്ധം അവര് പ്രബോധനം നടന്നു. എന്ത് ചെയ്തു? എന്ത് ചെയ്തു? പെരുകിക്കൊണ്ടിരുന്നു, വർദ്ധിച്ചു വന്നെന്ന്. സ്തോത്രം. അപ്പം സമാധാനം ഉണ്ട്. ഇപ്പൊ ആത്മീയവർദ്ധന പ്രാപിക്കണം, പിന്നെ കർത്താവിനുള്ള ഭക്തി വർദ്ധിക്കണം, പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിന് എന്ത് ചെയ്യണം? നടക്കണം. എന്നിട്ട് ഇതിലെല്ലാം കൂടെ പെരുകണം. എങ്ങനെ? പെരുകി വരണം, വർദ്ധിച്ചു വരണം. സ്തോത്രം. നമ്മുടെ ആത്മീയത്തിലെ ഗ്രാഫ് വളരേണ്ടത് ഇവിടെയാ. എങ്ങനെ? എന്തോ പറഞ്ഞേ? ഈ മൂന്ന് കാര്യത്തിൽ നമുക്ക് എന്തോ ഉണ്ടാകണം. ഇത്രയും നമുക്കുണ്ടായ നമ്മുടെ ഗ്രാഫ് മുന്നോട്ട് പോയെന്ന് അർത്ഥം. ഒരാവിലല്ലേ പറ. സ്തോത്രം. അപ്പൊ ആത്മീയവർദ്ധന പ്രാപിക്കണമെന്നേ. ആത്മീയവർദ്ധന പ്രാപിക്കാൻ എന്താ ചെയ്യണ്ടേ? ആത്മീയവർദ്ധന പ്രാപിക്കാൻ എന്ത് ചെയ്യണം? സമാധാനം മാത്രം പോരെന്നേ. അത് സഭയ്ക്ക് സമാധാനം ഉണ്ടായി. ആത്മീയവർദ്ധന പ്രാപിക്കാൻ ഇവരുടെ ഉള്ളിൽ വ്യാപരിച്ച ദൈവശക്തിയുണ്ട്. ഉണ്ടോ? സ്തോത്രം. എന്റെ പ്രിയരെ, ആത്മീയ ഹൃദയത്തിനകത്തിൽ അഭിഷേകം പ്രാപിച്ചവൻ പോകുന്നിടത്ത് അവൻ വർദ്ധിച്ചു വരുന്നത് ആത്മീയ വർദ്ധന ഉണ്ടാവുന്നേ. സ്തോത്രം പറഞ്ഞേട്ടെ. ആമേൻ. രണ്ട്, കർത്താവിനോടുള്ള ഭക്തി എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം. കർത്താവിനുള്ള ഭക്തി എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം. ആദ്യകാലത്തൊക്കെ നമുക്ക് നല്ല ഭക്തിയായിരുന്നു. പിന്നെ അങ്ങോട്ട് വന്നപ്പം ഭൗതിക നന്മകളൊക്കെ അങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ഭക്തിയൊക്കെ എന്ത് ചെയ്തു? കുറയാൻ തുടങ്ങി. പിന്നെ നമുക്ക് സമയമുണ്ടാകാം, നമുക്ക് ഇഷ്ടമുള്ളപ്പോഴാകാം എന്നൊക്കെയായി. അത് ഭക്തിയുടെ വർധനയല്ല, അത് താഴ്ചയാകാം, താഴോട്ടാ പോകുന്നത്. പക്ഷെ എന്നാൽ കർത്താവിനോട് ഭക്തി വർദ്ധിക്കണം. രാമൻ പറഞ്ഞിട്ട് ഹല്ലേലൂയ. അപ്പം ഭക്തി വർദ്ധിക്കണം. 3, പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം എന്ത് ചെയ്യണം? പിന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം ഒന്നും വേണ്ട. പ്രബോധനം വേണ്ട. സ്തോത്രം. അവിടെ വാക്കിയിരിക്കുന്ന വേറെ എഡിഫൈഡ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് അല്ലേ? സ്തോത്രം. അപ്പൊ പ്രബോധനം, എഡിഫിക്കേഷൻ എന്തിനാ? നമ്മുടെ ഗുണീകരണത്തിന് അല്ലേ? ആണോ? ഈ എഡിഫിക്കേഷൻ എന്തിനാ? നമുക്ക് എഡിഫിക്കേഷൻ എന്തിനാ വേണ്ടിയേ? എന്തിനാ എഡിഫിക്കേഷൻ? നമ്മുടെ ഗുണീകരണത്തിന് വേണ്ടി അല്ലേ? അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഗുണീകരിക്കേണ്ടത് അല്ല, ആണോ? ആമേൻ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ വർധനയിൽ ഇവരെന്ത് ചെയ്തു? പെരുകിക്കൊണ്ടിരുന്നു. അങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, ഒരു സഭയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഇതാ. എന്തുവാ? സഭയുടെ മുഖമുദ്ര എന്തുവാ? ഒരു സഭയെ കണ്ടാൽ, ഈ അന്ത്യോക്യ സഭയ്ക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നു. അത് ഈ അന്ത്യോക്യ സഭ എടുത്തെടുത്ത് പറയുന്നത്. അന്ത്യോക്യ സഭയ്ക്കകത്തിൽ ഇതെല്ലാം ഉണ്ട്. എന്തോ ഉണ്ട്? അവിടെ ആത്മീയവർദ്ധനയുണ്ട്, അവിടെ കർത്താവിനോടുള്ള ഭക്തിയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയുണ്ട്. ഇത് അന്ത്യോക്യ സഭയുടെ പ്രത്യേകത. ഈ അങ്ങനെയുള്ള സഭയ്ക്കകത്തിൽ അവരൊരു വിഷയം പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി അവിടെ അയച്ചിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് ഇവർക്ക് സമാധാനം ഉണ്ടായപ്പം അപ്പൊ അടുത്ത 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനിയാസ് എന്നു പേരുള്ള മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനിയാസെ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് ലുദ്ദയിലും ഷാരോണിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. പത്രോസ് എല്ലാവരും സഞ്ചരിച്ചിട്ട്, അപ്പൊ ഇപ്പം
ചിതറിപ്പോയവർക്ക് സമാധാനമുണ്ടായി. അവർ ആത്മീയത്തിൽ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? ആത്മീയത്തിൽ അവർ ഒരു പടിയുടെ വർദ്ധിച്ചു. അപ്പൊ അവര് വർദ്ധിച്ചു വന്ന അവരുടെ ഇടയിലേക്ക് എന്ത് ചെയ്യുന്നേ? പത്രോസ് എല്ലാവരും സഞ്ചരിച്ചിട്ട് എവിടെ എത്തി? ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലേക്ക്. അപ്പൊ ഈ വിശുദ്ധന്മാർ കൂടുന്ന എവിടെയാ? വിശുദ്ധന്മാർ കൂടുന്ന എവിടെയാ? വിശുദ്ധന്മാർ കൂടുന്ന എവിടെയാ? വിശുദ്ധന്മാർ കൂടുന്ന സഭയല്ല. സ്തോത്രം. വിശുദ്ധന്മാർ ചന്തയിലല്ല പോകുന്നത്, വിശുദ്ധന്മാർ സഭയിലാ പോകുന്നത്. ആണോ? ആമേൻ. അപ്പൊ വിശുദ്ധന്മാർ കൂടുന്നത് സഭയില ആണോ? അപ്പൊ ഈ സഭയ്ക്കകത്ത് വിശുദ്ധന്മാർ കൂടുന്നിടത്തേക്ക് ആര് വന്നു? ആര് വന്നു? പത്രോസ്. നോക്കിക്കേ, ഒന്നാം ഭാഗത്തിൽ പരാജയപ്പെട്ട ഒരു പത്രോസ്, രണ്ടാം ഭാഗത്തിൽ സ്തോത്രം മാളിക മുറിയിൽ നിന്ന് അഭിഷേകം പ്രാപിച്ച് ഇറങ്ങിയ പത്രോസിന്റെ നില കണ്ടോ? സ്തോത്രം. അപ്പൊ ഇവനിൽ ഇപ്പൊ ഈസ് ഫുൾ ഓഫ് സ്പിരിറ്റ്. അവന്റെ ഹൃദയത്തിൽ എന്തോ ഇപ്പോൾ ഉള്ളേ? ആത്മാവിന്റെ ശക്തി നിറഞ്ഞവനായിട്ടാ വന്നേ. അവൻ സഞ്ചരിച്ച് ഇവിടെ വന്നപ്പോ വിശുദ്ധന്മാരുടെ ഇടയിൽ ലുദ്ദയില് ആരാ കിടക്കുന്നേ? ആരാ കിടക്കുന്നേ? നിങ്ങൾക്ക് എന്തോ ശബ്ദമൊന്നും ഇല്ലാത്തേ? അയനിയാസ് എന്ന പേരുള്ള മനുഷ്യനെ. അയനിയാസ് എന്ന് പറയുന്ന മനുഷ്യന്, ആ മനുഷ്യൻ എന്താ പിടിച്ചു കിടക്കുക? പക്ഷപാതം പിടിച്ചു കിടക്കുക. അപ്പൊ സഭയ്ക്കകത്ത് രോഗിയുണ്ടോ? ആരാധിക്കുന്നത് ആരാ? ആരാധിക്കുന്നത് ആരാ? വിശുദ്ധന്മാർ ആരാധിക്കുന്നേ ആണോ? വിശുദ്ധന്മാരുടെ രോഗികളുണ്ടോ? ഉണ്ട്. സ്തോത്രം. എന്നിട്ട് വിശുദ്ധന്മാരുടെ രോഗി 8 വർഷമായിട്ട് കിടക്കുക. പക്ഷെ വിശുദ്ധന്മാർക്ക് ഇതിന് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? എന്താ കഴിയുന്നില്ല? ഇവർ ആത്മീയ വർധന പ്രാപിച്ചവരല്ലേ? ആണോ? ആണോ? അപ്പൊ ഇവിടെ ഒരു ഐനിയോസ് കിടക്കുക, 8 വർഷമായിട്ട് കിടക്കുക. പക്ഷെ 8 വർഷമായിട്ട് കിടക്കുന്ന ഐനിയോസിന്റെ അരിക്കിലേക്ക് ആത്മനിറവ് പ്രാപിച്ച പത്രോസ് വന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സഭയ്ക്കകത്ത് ദൈവശക്തി പ്രാപിച്ച് നിൽക്കുന്ന ദൈവജനത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടിരിക്കും. അവിടെ നിറവുള്ള പത്രോസ് വന്നതുപോലെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാം രാത്രിയില് നിറവ് പ്രാപിച്ച ദൈവമക്കൾ ഒന്നിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്നിടത്ത്, ദൈവശക്തി നിറയുന്നിടത്ത്, ഒരു അയനിയോസിന്റെ വിഷയത്തെ കരങ്ങളിലെടുത്ത് സ്വർഗ സൗഖ്യം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഹൃദയം നിറഞ്ഞിട്ട് പറയോ, ഞങ്ങളുടെ ഇടയിൽ ഒരു അയനിയോസ് വന്നാൽ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു പരിശുദ്ധ ആത്മാവിന്റെ ശക്തി ഈ രാത്രി വെളിപ്പെട്ട് വരുമെന്ന് ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ഏകാഗ്രതയോടെ ഒന്നിച്ച് സ്തോത്രത്തോടെ ആത്മനിറവോടെ ഹൃദയത്തിൽ നിന്ന് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഈ രാത്രി അത്ഭുതം നടക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വൈഡരാധന 8 വർഷമായിട്ട് കിടക്കുന്ന അയനിയോസിനെ സൗഖ്യമാക്കുവാൻ ഒരു പത്രോസിന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഈ രാത്രിയിൽ തിരിച്ചറിഞ്ഞ് സ്തോത്രം ചൊല്ലി ഈ രാത്രി സഭ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി പറയുന്നു, ചില രോഗശക്തികളോ ചില ബന്ധനങ്ങളെയോ ഈ രാത്രി അഴിക്കാൻ പാകത്തിൽ വൈഡരാധന അർത്ഥൽക്കരാധന ആത്മാവി പ്രാർത്ഥിച്ചേ. ആത്മാവി സ്തോത്രത്തോടെ വൈഡാരാധ അർത്ഥൽക്കാര വിശ്വസിക്കാമോ? ഈ രാത്രി ദൈവം അത് ചെയ്യോ, ദൈവം അത് ചെയ്യോ, ദൈവം അത് ചെയ്യോ. വർഷങ്ങളുടെ കണക്ക് നോക്കണ്ട, ഈ രാത്രി യഹോവ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന്. വൈഡരാധന അർത്ഥന റിഗതൽക്കരാധന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. 8 വർഷം കിടക്കുന്ന ഐനിയോസിനെ എഴുന്നേൽപ്പിക്കാൻ പത്രോസിന്മേൽ വ്യാപരിച്ച ദൈവശക്തി 8 വർഷമായിട്ട് കിടക്കുക. സ്തോത്രം, സ്തോത്രം. എനിക്ക് ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഈ പത്രോസ് സൗഖ്യമാക്കാനെ കൊണ്ട് അവിടെ വരുമ്പോഴേ ഇന്നത്തെ ചില ചങ്ങാതിമാര് പറയുന്ന പോലെ ഒന്നും അല്ല പത്രോസ് പറഞ്ഞേ. പത്രോസ് അവനോട് പറയുന്നത് എന്തുവാ? 34-ാമത്തെ വാക്യം. പത്രോസ് അവനോട്, അയനിയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. അയനിയാസേ, യേശുക്രിസ്തു നിന്നെ എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കുന്നു. ഇന്നത്തെ ഞാനായിരുന്നു ജോസ് നിന്നെ എന്ത് ചെയ്യുന്നു? ഇന്ന് പലയിടത്തും കേൾക്കുന്ന അങ്ങനെയാ, പലയിടത്തും കേൾക്കുന്ന അങ്ങനെയാ.
പക്ഷെ പത്രോസ് പറഞ്ഞ കേട്ടോ, ഞാനല്ല ഇത് ചെയ്യുന്നതെന്ന്. ഈ മുടന്തനെ സൗഖ്യാക്കാൻ പോയപ്പോഴേ പത്രോസ് യോഹന്നാനും കൂടെ പോവുക. അവർ പറഞ്ഞു, നമ്മൾ പാടിയ പാട്ടിനകത്ത് വരി ഉണ്ടായിരുന്നു, എന്തായിരുന്നു? വെള്ളിയും പൊന്നും. പിന്നെന്താ പറഞ്ഞേ? ഞാൻ നിന്നെ ഞങ്ങൾ നിന്നെ സൗഖ്യാക്കുന്നു എന്നല്ല പറഞ്ഞേ, നസറേനായ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, സ്തോത്രം. എന്റെ പ്രിയരെ, നട്ടവനും നടുന്നവനും ഒന്നുമല്ല, വളർത്തുമാറാക്കുന്ന ദൈവമാണെങ്കിൽ മഹത്വം കർത്താവിന് കൊടുത്തുകൊണ്ട് ഇവിടെ ജോസിലെ വ്യക്തിയില്ല, ഇവിടെ പ്രസംഗിക്കുന്നവരും പാടുന്നവരും അല്ല, ഇവിടെ കർത്താവ് ചെയ്യുന്നതെന്ന് അമ്മ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ നസ്രേന്റെ നാമത്തിൽ അമ്മ ലുദ്ധയിൽ കിടക്കുന്ന ഐനിയോസിനെ നോക്കി ഒരു പത്രോസ് അമ്മ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാകാൻ പറഞ്ഞാൽ ആ സമയത്ത് എഴുന്നേൽക്കുന്ന ഒരു ശക്തിയാൽ ഇവിടെ ഞാൻ ഇന്ന് രാത്രി പറയാനൊക്കെ ഉണ്ട്. ധൈര്യപ്പെടുന്ന ദൈവമക്കൾ എത്ര പേര് ഇതിനകത്തുണ്ട്? അവർ സ്തോത്രം ചൊല്ലിയേ. ഹല്ലേലൂയ, 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 സ്തോത്രം. നോക്കിക്കേ, ഈ മനുഷ്യൻ പറയുന്നത് കണ്ടോ? എന്റെ പ്രിയരെ, ആത്മീയത്തിനകത്ത് വ്യക്തികൾക്കല്ല പ്രാധാന്യം. എന്റെ ദൂത അതല്ലെങ്കിൽ ഞാൻ പറയാം, ആമേൻ, സ്തോത്രം. നമ്മളൊന്നും ഇതിനകത്തൊന്നും അല്ല. ആമേൻ, നമ്മൾ കർത്താവിന്റെ കരത്തിൽ ഇണങ്ങുന്ന ഒരു ആയുധമെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ ഞാൻ ഒന്നുകൂടെ പറയാ. ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ. വടി മോശ താഴെയിടുമ്പോൾ ആമേൻ, സ്തോത്രം, അതുവരെ അവന്റെ വടിയായിരുന്നു. എന്നാൽ വടിയൊന്ന് താഴെയിട്ടിട്ട് ആമേൻ കർത്താവിന്റെ എടുക്കാൻ എടുക്കുമ്പോൾ ഒരു വടിയിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം കൊണ്ട് ഒരു ചെങ്കടൽ രണ്ടായി മാറിയതുപോലെ ഒരു പിടി മാവിനകത്ത് ആമേൻ ദൈവ സാന്നിധ്യം വ്യാപരിച്ചപ്പോൾ ആമേൻ അതിനകത്തോട് വർധന വന്നതുപോലെ ഈ രാത്രി ഞാൻ പറയാ, എന്റെ കർത്താവിന്റെ സാന്നിധ്യം ആമേൻ നിന്റെ മേൽ വ്യാപരിച്ചാൽ, എന്റെ മേൽ വ്യാപരിച്ചാൽ അസാധാരണ പ്രവർത്തികള് എന്റെ ദൈവം തരുമെന്ന് ആമേൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാത്രി ശബ്ദം ഉയർത്തിക്കൊണ്ട് ആമേൻ നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഉഡാന വൈദ അല്പസമയം പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഈ രാത്രി പ്രാർത്ഥിക്ക് പ്രിയരെ, ഈ രാത്രി പ്രാർത്ഥിക്ക. യഹോവ ഇറങ്ങിയാൽ, ഓ ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുവരെ പറഞ്ഞ മോശ പറയോ, ഇത് എന്റെ വടിയല്ല, ഇതിന്റെ മേൽ വ്യാപരിക്കുന്ന ഇതിന്റെ അധികാരി കർത്താവ്. അവൻ നീട്ടപ്പെടാൻ പറയുമ്പോ അവൻ പറഞ്ഞ പോലെ ചെയ്താൽ അവൻ മോശ നീയല്ല വടി, അവൻ നീട്ടിയത് നീയാണെങ്കിലോ അവൻ പ്രവർത്തിച്ചത് ദൈവമാണെന്നോ അവൻ കൊണ്ടുവന്നത് ദൈവമാണെന്നോ അവൻ തിരിച്ചറിയത്തക്കവണ്ണോ ഈ രാത്രി ദൂത് വിളിച്ചു പറയുന്നു. ഇന്ന് രാത്രി പറ, ദൈവമേ, അവൻ ഞങ്ങൾ ഏതുമില്ല, ഞങ്ങൾ ഒന്നുമില്ല, അവൻ നീയാ ചെയ്യുന്നത്. ഈ സഭയ്ക്ക് വേണ്ടി, ഈ വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് രാത്രി ചിലത് ചെയ്യുവാൻ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, റാഥന വൈതാരബ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എൻ്റെ പ്രിയരെ, ഇതാ ദൈവശക്തിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ചെയ്യുന്നവൻ അന്നും അല്ല. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ ചെയ്താലോ ഒന്നും ഒരു ക്രെഡിറ്റ് നമുക്ക് വേണ്ട എന്ന് പറയണം. നോക്കിക്കേ, എത്ര ഉന്നതിയിൽ നിന്ന് ഗമാലിയലിന്റെ കാൽപാദത്തിലിരുന്ന് അന്നത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഹില്ലേൽ ഷമായിലൊക്കെ പഠിച്ചിറങ്ങിയെന്നൊക്കെ പറയുന്ന പോലെ, നമ്മുടെ ഇപ്പോഴത്തെ ഓക്സ്ഫോർഡ് എന്നൊക്കെ പറയുന്ന പോലെ പഠിച്ചിറങ്ങിയ പൗലോസ് ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുക, ഞാൻ ആകുന്നത് ദൈവകൃപയാല. എന്നിട്ട് മനുഷ്യൻ പറയുന്നത് എന്താണെന്നറിയാം, എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. ബലഹീനത പാപമല്ല. ആ മനുഷ്യൻ പറയുന്ന ബലഹീനത പാപത്തെക്കുറിച്ചല്ല പറയുന്നത്. ഹല്ലേലൂയ. ദൈവസന്നിധാനത്തെ സകലത്തെയും അവൻ ലഭിച്ച എബ്രായനും റോമ പൗരത്വം ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് കർത്താവിൻ്റെ പിന്നാലെ അവൻ സകലവും ഛേദമെന്നെണ്ണിക്കൊണ്ട് പിന്നാലെ പോകുന്ന പൗലോസ് പറയും, ഞാൻ ആകുന്നത് ദൈവകൃപയാല. ഞാൻ ഉത്തര റൂമാലൊക്കെ ഇടുമ്പോൾ സൗഖ്യമായവരുണ്ട്, പക്ഷെ അതൊന്നും എൻ്റെ കഴിവിലല്ല, അതൊന്നും എൻ്റെ പ്രവൃത്തിയല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്.
ശമരിയ പട്ടണത്തിലേക്ക് ആമേ സ്തോത്രം ആരെ അയച്ചെന്നറിയാമോ? ആമേ ഫിലിപ്പോസിനെ ശമരിയ പട്ടണത്തിലേക്ക് അയച്ച ഒറ്റ കാരണം കൊണ്ട് ശമരിയ പട്ടണം വിടുവിക്കപ്പെട്ട ശമരിയ പട്ടണത്തിനകത്ത് അവരെ കുറിച്ച് പറയുന്ന ഒരു ദൈവവചനം കേട്ടു, അത്ഭുതം കണ്ടു, അവർ കർത്താവിൽ വിശ്വസിച്ചെന്നാ വായിക്കുന്നേ. അവിടെ ഫിലിപ്പോസിനെ കണ്ടിട്ട് വിശ്വസിച്ച നല്ല പറയുന്നത്, അവർ പറയുന്ന വചനം കേട്ടിട്ടും അത്ഭുതങ്ങൾ കണ്ടു അവർ കർത്താവിൽ വിശ്വസിച്ചെന്നാ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പലരും പറയുന്നത് ഞങ്ങളെ കണ്ട പലരും ഇറങ്ങിയെന്നാ പറയുന്നത്, ഞങ്ങളെ കണ്ട പലരും വിശ്വാസത്തിൽ വന്നെന്നാ പറയുന്നത്. നോ 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 നോ. ആമേ സ്തോത്രം. ദൈവം കണ്ടവനെ ദൈവം പുറത്ത് കൊണ്ടുവരും. അതിന് നമ്മളൊരു ഉപകരണമായിരിക്കും. ഇന്ന് രാത്രി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് ചെയ്യാൻ ശക്തനായിട്ടിരിക്കും. ഉപവാസ പ്രാർത്ഥനയെ ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം. ഇങ്ങനത്തെ ആത്മീക വർധന പ്രാപിച്ച ഒരു കൂട്ടം ദൈവജനത്തിന്റെ നടുവിൽ അയനിയോസുമാരുണ്ടെങ്കിൽ ചില പത്രോസുമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. പണ്ടത്തെ നാളുകളിലേക്ക് മടങ്ങിപ്പോകണം. പ്രകമ്പനം കൊള്ളിച്ചിറങ്ങിപ്പോകുന്ന ആത്മീയ യോഗങ്ങളാകരുത്. വിശുദ്ധന്മാരൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലും ആരാധിച്ചപ്പോഴും ആമേ സ്തോത്രം ആത്മീയ പ്രബോധനങ്ങളൊക്കെ വർദ്ധിച്ചു വന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ അതിയായ മഹത്വമോടെ വെളിപ്പെട്ടിട്ടുണ്ട്. ഈ കാലത്ത് തൊലിപ്പുറത്ത് കാണുന്ന ചില ചികിത്സകളിലല്ല ദൈവത്തിന്റെ പ്രവൃത്തി. അതിനു വേണ്ടത് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടണം. കാപഠ്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്നിടത്ത് ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നത് എവിടെന്നറിയാമോ? ഹൃദയശുദ്ധിയോടെ ദൈവത്തെ ഉയർത്താൻ. അതിനൊരു പ്രാഗൽഭ്യം വേണം പ്രിയരെ. പത്രോസിനെ നോക്കിക്കേ, അവൻ എല്ലായിടത്തും സഞ്ചരിച്ചിട്ടാണ് ഇവിടെ വരുന്നത്, ലുദ്ധയിൽ വരുന്നത്. സ്തോത്രം. അപ്പൊ ലുദ്ധയിൽ വന്ന പത്രോസിന്റെ അവൻ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി, എൻ്റെ ഭാഗം ഇത് തന്നെ, ദൈവശക്തിയാൽ നിറയപ്പെട്ടാൽ അയനിയോസുമാർ എഴുന്നേക്കും. അത് 8 വർഷമാകട്ടെ 10 വർഷമാകട്ടെ. എനിക്ക് ആ ഒരു പതറ്റിക് കണ്ടീഷൻ എൻ്റെ ഹൃദയത്തിൽ വന്നതെന്ന് അറിയാമോ? 8 വർഷമായിട്ട് വിശുദ്ധന്മാരുടെ ഇടയിലാണ് കിടക്കുന്നേ. സ്തോത്രം. വിശുദ്ധന്മാരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് കിടക്കുക. 8 വർഷമായിട്ട് ഇവിടെ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ? സ്തോത്രം. എന്നിട്ടും പക്ഷപാതക്കാരൻ എന്ത് ചെയ്തില്ല? സൗഖ്യമായില്ല. പക്ഷെ നിറവ് പ്രാപിച്ച ഒരുത്തൻ വന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ആ ഒരു വചനത്തോടോ ശക്തിയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു അയനിയോസിനെ എഴുന്നേൽപ്പിക്കുമ്പോൾ അയനിയോസ് മാത്രമല്ല അതിന് ഇമ്പാക്ട്, അയനിയോസിന് മാത്രമല്ല, നമ്മളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ അത് ലോകം തിരിച്ചറിയണം. അതിന് നമ്മൾ പോയി സാക്ഷ്യം പറഞ്ഞങ്ങ് പോകണമെന്നൊന്നുമില്ല, നമ്മളെ കണ്ടാൽ അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തിൽ നമ്മളിലൊക്കെ ഉണ്ടാകുന്ന ദൈവിക രൂപാന്തരങ്ങളൊക്കെ മറ്റുള്ളവർ അറിയണം. അതിന് ക്യാമറയും മൈക്കും ഒന്നും പിടിച്ചോണ്ട് പോയി നിന്ന് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മൾ നിൽക്കുമ്പോഴേ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. നിങ്ങൾ ആ താഴോട്ടൊന്ന് വായിച്ചേ. എൻ്റെ പത്രോസ് അയനിയോസേ, യേശുക്രിസ്തു നിന്നെ എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കുന്നു. അടുത്തത്, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവന് എഴുന്നേറ്റു. ഉടനെ അവൻ എഴുന്നേറ്റു. അടുത്തത്, ലുദ്ദയിലും ഷാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിൽ. നോക്കിക്കേ, ഇപ്പൊ ലുദ്ദയിലും ഷാരോനിലും പാർക്കുന്നവരെല്ലാം എവിടെയാ ഇവൻ വന്നേ? പത്രോസ് വന്നത് എവിടെയാ? ഇവനെ കിടക്കുന്ന എവിടെ കിടക്കുന്നേ? ലുദ്ദയിലാ കിടക്കുന്നേ. പക്ഷെ സൗഖ്യം കിട്ടിയപ്പം ആരൊക്കെ അറിഞ്ഞു? ലുദ്ദയിലും ഷാരോനിലും. നമ്മൾ സ്നാനപ്പെട്ട നമ്മുടെ അയലോക്കക്കാരൻ പോലും അറിഞ്ഞിട്ടില്ല. അതാ സത്യം പലപ്പോഴും. ആമേൻ. ലുദ്ദയിലും പിന്നെ എവിടെ? ഷാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ എന്ത് ചെയ്തു? കണ്ടു, കർത്താവിലേക്ക് തിരിഞ്ഞു. അപ്പൊ നോക്കിക്കേ, ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം വെളിപ്പെട്ട് കഴിയുമ്പോൾ ആമേ സ്തോത്രം, ദേശം അത് തിരിച്ചറിയും. ഒരാമ പറഞ്ഞേ ഹല്ലേലൂയ. യേശു കപ്പർനഹൂമിൽ വന്നു എന്നത് ദേശത്ത് എന്തായി? ശ്രുതിയായി എന്ന് പറഞ്ഞതുപോലെ തന്നെയാ കർത്താവ് നമ്മളിൽ ഒരു കാര്യം പ്രവർത്തിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ സങ്കീർത്തനത്തിന് നമ്മൾ മുമ്പേ പറഞ്ഞു വിട്ടത്, നമ്മൾ പറഞ്ഞില്ലേ, ആമേ പ്രവാസികളെ മടക്കി വരുത്തിയപ്പം ആമേ സ്തോത്രം ആദ്യം ഒരു സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. പിന്നെ മടങ്ങി വന്നപ്പോൾ അവരുടെ വായി ചിരിയുണ്ട്, ആർപ്പുണ്ട്. ആമേൻ. എന്നിട്ട് ജാതികൾ പറയുന്നത് എന്തുവാ?
ജാതികൾ എന്താ പറഞ്ഞേ? ജാതികൾ പറഞ്ഞ എന്തുവാ? ദൈവം അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ആരാ പറഞ്ഞേ? സഭാവിശ്വാസികളല്ല പറഞ്ഞേ. ആരാ പറഞ്ഞേ? ആ ജാതികളാ പറഞ്ഞേ. അപ്പൊ നമ്മളിൽ ഒരു പ്രവൃത്തി നടക്കുന്നത് കണ്ടാൽ ജാതികൾ പറയണം എന്തേ? അവരുടെ നടുവിൽ ദൈവം ഉണ്ടെന്നും അവരുടെ കൂടെ ദൈവം ചേർന്ന് നിൽക്കുന്നെന്നോ അമ്മ ലോകം തിരിച്ചറിയത്തക്കവണ്ണോ നമുക്കൊരു അഭിഷേകത്തെ ഈ നാളുകളിൽ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. കേവലം പെന്തക്കോസ്തുകാരെന്നുള്ള പേരിലല്ലെന്നേ. നമുക്ക് പലപ്പോഴും പെന്തക്കോസ്തുകാരെന്നുള്ള ലേബലാ വേണ്ടി. ലേബലും കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ആമേൻ ദേശം തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവ് അത് ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പം ഈ മനുഷ്യന് 8 വർഷമായിട്ട് കിടന്നിട്ട് ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് മുഖാന്തരം എന്താ സംഭവിച്ചേ? അവിടെയും എന്താ ഉണ്ടായി? അവിടെ ഒരു സാക്ഷ്യം പുറത്തു വന്നു. ആമേൻ. ഈ ഐനിയോസ് പോയി സാക്ഷ്യം ഒന്നും പറഞ്ഞില്ല. പറഞ്ഞോ? ഐനിയോസ് സാക്ഷ്യം പറഞ്ഞോ? അങ്ങനെയല്ല വായിച്ചിട്ടുണ്ടോ? അവിടെ ക്യാമറയും കണ്ടു വന്നിട്ട് നമുക്ക് നാളെ ടെസ്റ്റ് മണി എടുക്കണമെന്ന് വല്ലതും പറഞ്ഞോ? അത്ഭുത സാക്ഷ്യം എന്നൊക്കെ പറഞ്ഞു കണ്ടോ? ഒന്നും കണ്ടില്ല. പക്ഷെ ഐനിയോസിന്റെ സൗഖ്യം ലുദ്ദയിൽ മാത്രമല്ല, എല്ലാവരും അറിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയാണ് നമ്മളെ കുറിച്ച് ദൈവം ആമേൻ മറ്റ് പലയിടത്തും അറിയിക്കത്തക്കവണ്ണം. ആമേൻ. ഹല്ലേലൂയ. അവരെല്ലാവരും എന്ത് ചെയ്തു? ആ ഒരൊറ്റ ടെസ്റ്റ് മണി കൊണ്ട് എന്ത് ചെയ്തു? എവിടെയൊക്കെ തിരിഞ്ഞു? കർത്താവിലേക്ക് തിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിലേക്ക് തിരിയാൻ തക്കവണ്ണം ദൈവം ചില പ്രവൃത്തികളെ അയക്കും. ഹല്ലേലൂയ. അത് വിഷ്വലായി തന്നെ ദൈവം അത് കാണിക്കാൻ തക്കവണ്ണം ദൈവം ചിലരെ ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അപ്പൊ ഇങ്ങനെയുള്ള ദൈവിക വിടുതലുകൾ വന്നപ്പോ തന്നെ ആമേൻ സ്തോത്രം, അതിന്റെ ആ അത്ഭുതത്തിന്റെ ആ ഒരു ഇഫക്റ്റ് കണ്ടോ പ്രിയരെ? സ്തോത്രം. അതാണ് ശരിക്കും അത്ഭുതം എന്ന് പറയുന്നത്. ഈ അത്ഭുതം അങ്ങോട്ട് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം, പിന്നെ അത് ലോകം അത് തിരിച്ചറിയും. അതിന്റെ പിന്നാലെ ആരും പോകേണ്ട കാര്യമില്ല. ആമേൻ. അതിന്റെ ശക്തി വലുതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിൽ ഒരു ശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ അറിയാൻ തക്കവുണ്ട്. ആമേൻ. സ്വർഗം ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ നിന്നുകൊടുത്താൽ മതി, സ്വർഗം അതിനെ വ്യാപരിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. അപ്പം ലുദ്ദയിൽ മാത്രമല്ല, ശാരോനിലും കൂടെ എന്ത് ചെയ്തു? അറിഞ്ഞു. സ്തോത്രം. ആമേൻ. അപ്പൊ ഈ ഞാൻ അതൊരു കാര്യമുണ്ട്. ഈ കിടക്കുന്ന ഐനിയോസിന് വിശ്വാസമുണ്ടോ? സൗഖ്യമൊക്കെ സംഭവിക്കുന്നുണ്ട്. ഐനിയോസിന് വിശ്വാസമുണ്ടോ? ഈ പത്രോസ് വന്നുകൊണ്ട് മാത്രം സൗഖ്യം നടക്കുന്നു പറയുക. ഐനിയോസിന് വിശ്വാസമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ എന്നെ നോക്കുന്നു. ഐനിയോസിന് വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഐനിയോസിന് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് പത്രോസ് എഴുന്നേക്കാൻ പറയുമ്പോൾ ആമേൻ യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റത്. സ്തോത്രം. നമ്മൾ ഡൗട്ട്ഫുൾ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? യേശുവിന്റെ നാമമൊക്കെ നമ്മൾ പറയും, പക്ഷെ നമ്മുടെ അകത്ത് എന്തില്ല? നമ്മുടെ അകത്ത് എന്തില്ല? വിശ്വാസവും യേശുവിന്റെ നാമം പറഞ്ഞ അഭിഷേകങ്ങളും ഒന്നിച്ചങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു? അവൻ എഴുന്നേറ്റെന്നേ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ എഴുന്നേറ്റതും കണ്ടവരെല്ലാം എന്ത് ചെയ്തു? അറിഞ്ഞവരെല്ലാം എന്ത് ചെയ്തു? കർത്താവിൽ വിശ്വസിച്ചു. ആമേൻ. അപ്പം ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നടന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി അവിടെ കൊണ്ടും തീരുന്നില്ല. ഞാൻ ആ ഭാഗം വിട്ട് മുന്നോട്ട് വരിക. അവിടെ കൊണ്ടും തീരുന്നില്ല. ആമേൻ. സ്തോത്രം. 9-ാം അധ്യായത്തിനകത്ത് നമ്മൾ വരുമ്പോൾ 36-ാമത്തെ വാക്യത്തിൽ യോപ്പയില് അല്ലേ തബീത എന്ന പേരുള്ള ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളികമുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരണമെന്ന് അപേക്ഷിപ്പാൻ 2 ആളെ അവന്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളികമുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത
തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെ ഒക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശവത്തിന്റെ നേരെ തിരിഞ്ഞു. തബീത എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവന്മാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പയിൽ എങ്ങും പ്രസിദ്ധമായി. എല്ലാവരും കർത്താവിൽ വിശ്വസിച്ചു. നോക്കിക്കേ, പത്രോസ് ചുറ്റി ലുദ്ധയിൽ വന്നു, ഒരുത്തൻ സൗഖ്യമായി, ദേശം മൊത്തം തിരിച്ചറിഞ്ഞു, അവരെല്ലാം കർത്താവിൽ വിശ്വസിച്ചു. അടുത്തത് യോപ്പയില് തബീത എന്ന് പറയുന്ന ഒരു സഹോദരി, എല്ലാവർക്കും നന്മ ചെയ്യുന്നവളാണ്. പക്ഷെ അവിടെ ഒരു പെട്ടെന്ന് അവൾ മരണപ്പെട്ടു. അവിടെയും പത്രോസ് അടുത്തുണ്ടെന്ന് അറിഞ്ഞ് വിളിച്ചോണ്ട് വന്നു, അകത്തോട്ട് കയറി. ആമേൻ. തബീതയെ, ആമേൻ, എന്താ പറഞ്ഞ എവിടെ വായിക്കുന്നേ? തബീത എഴുന്നേൽക്കുക. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ. യേശു കർത്താവും ഇതുപോലെ തന്നെ യായിറൂസിന്റെ മകളെ ഉയർപ്പിക്കുമ്പോൾ അവിടെയും പറയുന്നത് തലീത കൂമി. അമൻ എന്നാ വിളിച്ചു പറയുന്നത്? അമൻ എഴുന്നേക്ക. അമൻ ലിറ്റിൽ ഗേൾ എന്നാണ് വായിക്കുന്നത്. തലീത കൂമി എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ഗേൾ. അമൻ എഴുന്നേക്ക എന്ന് പറയുന്നത്. അമൻ സ്തോത്രം. ഇവിടെയും എന്താ പറയുന്നത്? പത്രോസ് യേശു കർത്താവിനെ പിന്തുടരുന്ന ഒരുവൻ യേശു എങ്ങനെ നടന്നോ, യേശു എങ്ങനെ ശുശ്രൂഷിച്ചോ അതുപോലെ ശുശ്രൂഷിക്കാൻ അമൻ കൃപ പ്രാപിക്കുന്നവന്, അഭിഷേകം പ്രാപിച്ചവന്. അമൻ കരമുയർത്തി പറഞ്ഞാട്ട് യേശു ചെയ്തതുപോലെ, യേശു നടന്നതുപോലെ, യേശു ശുശ്രൂഷിച്ചതുപോലെ അമൻ ശുശ്രൂഷിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം വൃന്ദത്തെ ദൈവം ഈ രാത്രിയിലും അന്വേഷിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഒന്നിച്ച് സ്തോത്രത്തോടെ പറഞ്ഞാട്ട് ഇന്ന് രാത്രിയിൽ അവൻ അഭിഷേകമുള്ള ഒരു വരുന്ന അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ ജീവനില്ലാത്തതിന് അവൻ ജീവൻ പ്രാപിക്കത്തക്കവണ്ണം, അവൻ വിടുതലിനെ കൽപ്പിക്കത്തക്കവണ്ണം അവൻ ദൈവ സാന്നിധ്യം ഈ രാത്രി നിറഞ്ഞു വരുന്നത് വിട്ടകജന വൈഡരാധന അവൻ ദൈവശക്തി കൊണ്ട് അവൻ നിറഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തിയെ ഈ രാത്രി തിരിച്ചറിയുക. ദൈവത്തിന്റെ ശക്തിയെ ഈ രാത്രി തിരിച്ചറിയുക. ദൈവശക്തിയെ ഈ രാത്രി തിരിച്ചറിയുക. എല്ലാ കാര്യങ്ങളും തട്ടിക്കൊണ്ട് അല്പസമയം അവൻ പറഞ്ഞ ദൈവശക്തിയെ ഈ രാത്രി തിരിച്ചറിയുക. അത് ഉണർവിലേക്ക്, അത് വിടുതലിലേക്ക് ഈ രാത്രി വെളിപ്പെട്ട് വരട്ടെ. ആ ശക്തി നിറഞ്ഞു വരട്ടെ. എവിടെ ദൈവശക്തി നിറയുന്നു അവിടെ അത്ഭുതങ്ങൾ നടക്കും. എവിടെ ദൈവശക്തി വെളിപ്പെട്ട് വരുന്നു അവൻ അവിടെ എഴുന്നേക്കേണ്ടത് അവിടെ എഴുന്നേക്കും. അവൻ തകരത്ത്, അവൻ തകരുമെന്ന് പറഞ്ഞതിന് അവൻ തകരാതെ വണ്ണം ഉയർത്തുന്ന ദൈവശക്തി ഈ രാത്രിയിൽ ഈ ദൈവസഭയ്ക്ക് വേണ്ടി you are going to experience the power of God. ദൈവ സാന്നിധ്യത്തെ ഈ രാത്രി നീ തിരിച്ചറിയണം. ഈ രാത്രി you are going to experience the power of God. യേശുവിന്റെ സാന്നിധ്യത്തെ ഈ രാത്രി നീ തിരിച്ചറിയണം, അനുഭവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവശക്തി എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിന്റെ ശക്തി നാം അനുഭവിച്ചറിയണം, നാം അനുഭവിച്ചറിയണം. നോക്കിക്കേ, ആമേൻ സ്തോത്രം. ലുദ്ധയിൽ കിടന്ന് ഒരുത്തനെ എഴുന്നേൽപ്പിച്ച് അവർ വിശ്വാസത്തിൽ വന്നു. ഇവിടെ താമേ സ്തോത്രം തബീതയെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവിടെയും വായിക്കുന്നത് എന്താ? അവസാനം വായിച്ചത് 42 യോപ്പയിൽ എങ്ങും പ്രസിദ്ധമായി പലരും കർത്താവിൽ വിശ്വസിച്ചു. പലരും എന്ത് ചെയ്തു? കർത്താവിൽ വിശ്വസിച്ചു. എൻ്റെ പ്രിയരെ, ഒരിടത്ത് കത്തി തുടങ്ങിയ പിന്നെ അതങ്ങ് വ്യാപരിച്ചു കൊണ്ടിരിക്കും. ആമേൻ സ്തോത്രം. അത് ഈ എന്താ പറയുന്നേ, മറ്റേ കത്തീരൊന്നുമല്ല. ആമേൻ സ്തോത്രം. എന്താ പറയുന്നത്, ചെറിയ കത്തീരൊക്കെ ഉണ്ടാക്കിയിട്ട് കത്തി എന്ന് പറഞ്ഞ് കത്തില്ല. അത് ദേശം ആമേൻ കത്തി പടരുന്ന പോലെ ആമേൻ ദൈവം അതിനെ കത്തിക്കാൻ തുടങ്ങിയാൽ അതിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയത്തില്ല. ആമേൻ ദൈവമക്കൾ അനുഭവിക്കേണ്ടത് എന്തെന്നറിയും? ഈ നാളുകൾ അനുഭവിക്കേണ്ടത് ആമേൻ ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയണം. സ്തോത്രം. നമ്മൾ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തിയെല്ലാം ഒതുക്കിക്കൊണ്ടിരുന്ന അന്യഭാഷകളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് നിർത്തും. ഞാൻ വിശ്വസിക്കുന്നത് വചനവും ആത്മാവും ഒരുപോലെ പ്രവർത്തിക്കുന്നിടത്ത് ശക്തിയെ തിരിച്ചറിയാനും ഹൃദയശുദ്ധിയോടെ ആരാധിക്കുകയും ചെയ്താൽ ആമേൻ സ്തോത്രം ദൈവം പ്രവർത്തിപ്പാനിടയാകും. ഞാൻ ആ ഭാഗം നിർത്തി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേൻ സ്തോത്രം. നോക്കിക്കേ, ആമേൻ സ്തോത്രം. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം. ആമേൻ സ്തോത്രം. ആറ് വിടുതല അടുത്ത അധ്യായത്തിലേക്ക് വരുന്നത്. 10-ാം അധ്യായത്തിൽ വരുമ്പോൾ 6 വിടുതല. ആമേൻ. കൊർന്നല്യോസിന്റെ വിടുതല പ്രിയരെ. ആമേൻ സ്തോത്രം. കൊർന്നല്യോസ് ധർമ്മവും അവന്റെ പ്രാർത്ഥിക്കുന്നവനാ, ധർമ്മവും ഒക്കെ ഉണ്ട്. ദൈവത്തിന് മുമ്പാകെ ആമേൻ പ്രാർത്ഥന എല്ലാം ഉള്ളവനാ. പക്ഷേ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ആമേൻ സ്തോത്രം. ആമേൻ എവിടെ ചെല്ലണം? ആമേൻ സ്തോത്രം. ആമേൻ നിർവീതിയിൽ എവിടെ ചെല്ലണം? ആമേൻ സ്തോത്രം. ആമേൻ തോൽക്കൊല്ലനായ ശീമോനെ അന്വേഷിക്കാനെ കൊണ്ട് അവന്റെ അഡ്രസ്സും പറഞ്ഞു കൊടുത്ത് പരിശുദ്ധാത്മാവ് അവനെ വിടുകയാണ്. ആമേൻ സ്തോത്രം. ഒരു കൊർന്നല്യോസിനെ കുടുംബത്തെ ആമേൻ കർത്താവിലേക്ക് നേടാൻ തക്കൊണ്ട് എവിടും തുടങ്ങിയതാ. ആമേൻ മാളികമുറി
പ്രാപിച്ച അഭിഷേകം കൊണ്ടിറങ്ങിയ പത്രോസിനെ കൊണ്ട് അവൻ വന്ന വഴികൾ നോക്കിക്കേ. വന്നിട്ട് ഇങ്ങനെ വന്ന് ലുദ്ദയിൽ വന്നു, യോപ്പയിൽ വന്നു, പിന്നെ അങ്ങോട്ട് പോകുക. ആമേൻ സ്തോത്രം. ഇങ്ങനെ പോയി ആമേൻ ദൈവപ്രവൃത്തികൾ ഒന്നൊന്നായി ആമേൻ മുന്നോട്ട് വരാൻ ഇടയായി തീർന്നില്ലേ? ഞാൻ നിറവ് പ്രാപിച്ച പത്രോസേ, ആമേൻ നീ കാരാഗ്രഹത്തിൽ നിന്നെ അടച്ചാല് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൈവശക്തി തിരിച്ചറിയാനെ കൊണ്ട് ഈ രാത്രി എത്ര ദൈവമൊക്കെ കഴിയും? ഈ ശക്തി പ്രാപിക്കുന്നത് ചുമ്മാതല്ല. ശക്തി പ്രാപിച്ചാൽ കാരാഗ്രഹത്തിൽ ഉറങ്ങും. കാരാഗ്രഹത്തിൽ ഉറങ്ങും. എന്താണെന്നറിയോ? ആമേൻ. അവൻ സാന്നിധ്യത്തിനകത്ത് പുതിയപ്പെട്ടവനാ. അവന് മറ്റൊന്നിനെ കുറിച്ച് ആകുല ചിന്തകളിലെല്ലാം അവൻ പോന്നേ. അവൻ ഒറ്റ ലക്ഷ്യമുള്ളൂ, ക്രിസ്തു അവൻ്റെ വലുതെന്നുള്ള ലക്ഷ്യത്തിൽ അവൻ നിൽക്കുന്നത് കൊണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാ? ആമേൻ സ്തോത്രം. ദൈവസഭയ്ക്ക് സമാധാനം വരുമ്പോൾ ആത്മീയ വർധന പ്രാപിച്ചവർ, ഭക്തി വർദ്ധിച്ചവരായി ആത്മീയ പ്രബോധനത്തിൽ പെരുകി വന്നാൽ ആമേൻ സ്തോത്രം പിന്നത്തേതിൽ പത്രോസൊക്കെ വന്നതുപോലെ ആമേൻ സ്തോത്രം ഓരോ അയനിയോസുമാരും ആലയത്തിനകത്ത് പക്ഷപാതം പിടിച്ച് 8 വർഷമായി കിടക്കേണ്ടതല്ല. ആമേൻ സ്തോത്രം. അവരിൽ കുറവുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പരിഹരിക്കാനെ കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ വെളിപ്പെടാണ്ടിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തുടങ്ങും? കർത്താവേ, ആ ശക്തി എൻ്റെ മേലെ നയിക്കണമേ. പ്രിയരെ, നമ്മൾ വ്യത്യസ്തരായി മാറണം. നമ്മൾ കേവലം ആമേൻ സ്തോത്രം ഒരു 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 കൂട്ടമെന്നുള്ളതിലേക്ക് പോകരുത്. കൂട്ടമല്ല. ആമേൻ. നിൽക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പഴയ കാലങ്ങളിലൊക്കെ പോകുന്നത് അതുകൊണ്ടാണ്. പഴയ കാലങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം അവർ നിൽക്കുന്നിടത്ത് ആരാധിക്കാൻ തുടങ്ങിയാൽ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ യഥാർത്ഥ ദൈവ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞ് അവർ ആരാധിക്കുന്നത്. ആമേൻ. മറ്റ് പലതിൻ്റെ ചിന്തയുടെ മുഖത്തും ആമേൻ മറ്റ് പലതിൻ്റെ ഇതിന് മുന്നത്തല്ല അവരിന്ന് പ്രാർത്ഥിക്കുന്നതും ഇരിക്കുന്നതും. അവരിയ്ക്കുന്നിടത്തൊക്കെ ദൈവശക്തി. ഞാൻ എപ്പോഴും അതിന് വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയണം. അതൊരു ഇമോഷണൽ അല്ല പ്രിയ. പലയിടത്തും ഇമോഷനല്ല. ഈ ദൈവസാന്നിധ്യമൊക്കെ പറഞ്ഞ് ഇമോഷനല്ല പലർക്കും. എൻ്റെ പ്രിയരെ, വി ഡോണ്ട് ഫോളോ ഫീലിങ്സിനെ നമ്മൾ ഫോളോ ചെയ്യരുത്. ആമേൻ സ്തോത്രം. റിയാലിറ്റി എന്ന് പറയുന്നത് ആ സാന്നിധ്യത്തെ എന്ത് ചെയ്യണം? അനുഭവിച്ചറിയണം. എത്ര പേർക്ക് അതിന് താല്പര്യമുണ്ട്? ഈ ദൈവസഭയ്ക്കകത്ത് ദൈവം ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ ആദ്യം പറഞ്ഞ ആ ദൂത് പ്രവാചക പുസ്തകത്തിൽ നിന്ന് വീണ്ടും പറയുന്നു. എന്താ പറയുന്നേ? ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം എഴുന്നേറ്റ് നിന്നേ. അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം എഴുന്നേറ്റ്. ഈ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ പലതിനെ ഓവർകം ചെയ്യാൻ ആമേൻ നമുക്കുണ്ടാകുന്ന ആമേൻ ട്രയൽസ്, ട്രിബുലേഷൻ എന്തും ആകട്ടെ ആമേൻ നമുക്കുണ്ടാകുന്നത് എല്ലാം ആമേൻ ഓവർകം ചെയ്യാൻ ഈ ദൈവ സാന്നിധ്യം മതി. ആമേൻ സ്തോത്രം. എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ചേ. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചാട്ട്. കർത്താവ്, എനിക്ക് ആദ്യ നൂറ്റാണ്ടിലെ ഒരു അനുഭവം എനിക്ക് വേണം. ഞാൻ എവിടെയെങ്കിലും ചെന്ന് നിന്നാൽ മറ്റുള്ളവർ തിരിച്ചറിയണം എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. അനുഭവങ്ങൾ പലത് പറയാൻ പലരുടെ ഉണ്ട്. ഈ രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും? എനിക്ക് ആ സാന്നിധ്യം വേണം. അക്കരമൊന്ന് ഉയർത്തി വെച്ചേ. പ്രാർത്ഥിച്ചാട്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവശക്തി വെളിപ്പെടും. ഞാൻ ആരാധിക്കുന്നിടത്ത് ദൈവശക്തി വെളിപ്പെടും. ഞാൻ സഭായോഗത്തിൽ വരുമ്പോൾ എന്നെ ആരും ആരാധിപ്പിക്കേണ്ട. ഞാൻ ആരാധിക്കാൻ എൻ്റെ അകത്ത് ശക്തി സംഭരണമുണ്ട്. അതിനുവേണ്ടി ഒരുക്കുന്ന എത്ര പേരുണ്ട്? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും പാട്ടിനൊത്ത് നമ്മൾ ആരാധിക്കാൻ നോക്കിയിട്ടുണ്ട്. ഈ വാസപ്രാർത്ഥന ദൈവാത്മാവ് എന്നോട് പറയാൻ എന്നെ ആരും ഉത്തേജിപ്പിക്കേണ്ട ആരാധിക്കാൻ. ആ ശക്തി എൻ്റെ മേൽ പകരപ്പെടണം. അതിന് സമർപ്പിക്കപ്പെട്ടവരെല്ലാവരും കരമുയർത്തി വെച്ച്